ഹലോ, നമസ്കാരം. UFC 298 മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, ഈ UFC 298 ഇതെൻ്റെ രണ്ടാമത്തെ മലയാളം വീഡിയോ ആണ്. കാരണം എന്തെന്നാൽ നമ്മളിനിയും കൂടുതൽ നിങ്ങളുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാനായിട്ട് ഉള്ള ഫ്യൂച്ചർ പ്ലാൻസ് ഒരുക്കുകയാണ്. കാരണം ഓഡിയൻസ് കൂടി വരികയാണ്, എനിക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ ടീം നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ വീഡിയോസ് ഉണ്ടാക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കാറുണ്ട്. അപ്പോൾ പേരെടുത്ത് പറയും ഫ്യൂച്ചറിൽ. പക്ഷേ ഇപ്പോൾ തൽക്കാലം പേരെടുത്ത് പറയുന്നില്ല. കാരണം പേരെടുത്ത് പറഞ്ഞാൽ എല്ലാവരുടെയും പേര് പറയണം, അല്ലെങ്കിൽ പറയാൻ പോകരുത്. അതാണ് സംഭവം. അപ്പോൾ ഇപ്പോൾ ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, നമ്മളുടെ യൂട്യൂബ് പോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. Deepak_Ashokan ഡിസ്ക്രിപ്ഷനിൽ തരുന്നതായിരിക്കും. അത് ഫോളോ ചെയ്യുക. അവിടെ ആക്ഷൻസ് ഉണ്ട്. അവിടെ വാചകടിയല്ല, നമ്മുടെ മാർഷൽ ആർട്ട് സ്കില്ലുകൾ അല്ലെങ്കിൽ സ്പാറിങ് വീഡിയോസ്, ടെക്നിക്കുകൾ, അങ്ങനെയൊക്കെ നമ്മൾ സമയം കിട്ടുമ്പോൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി റെസ്ലിംഗ്, ജൂഡോ, ഗ്രാപ്ലിംഗ് ഇതാണ് നമ്മുടെ ഫേവറേറ്റ് ഐറ്റം. അപ്പോൾ ഇതേ ചുറ്റിപ്പറ്റി ഒരു ഒരു ഫ്രണ്ട് കമൻറ്റ് ചെയ്തിരുന്നു. അതായത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതിന് കാരണമുണ്ട്. എനിക്ക് റെസ്പോണ്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷേ അറിയാമല്ലോ, ഇപ്പം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എനിക്ക് മെസ്സേജ് തിരിച്ചയക്കാൻ പറ്റുന്നില്ല. തിരിച്ചയക്കണമെന്നുണ്ട്, പക്ഷേ ഇത്രയും പേർക്ക് എനിക്ക് ഫുള്ളായി കിടക്കുവാണ്. ഒന്നെങ്കിൽ അവരെന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നവരയക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവർക്കും കൂടെ റിപ്ലൈ അയക്കാൻ പറ്റുന്നില്ല. അപ്പം അതിന് നമ്മളെന്തെങ്കിലും ഒരു പ്ലാൻ കണ്ടെത്തുന്നതായിരിക്കും. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ധാരാളം പേര് എന്നെ സജസ്റ്റ് ചെയ്യുന്നു ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങണമെന്ന്. സീരിയസ്ലി അത് മൈൻഡിലുണ്ട്. അപ്പോൾ ഞാനൊരു ഇത്തിരി മടിയനാണ്, അതാണ് വിഷയം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ദിവസവും വീഡിയോ ഇടും, ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ എഡിറ്റിംഗ് ഒക്കെ ചെയ്യും. ഞാൻ എഡിറ്റിംഗ് ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഇതാണ് വിഷയം. മടിയുണ്ട് സംഭവത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ചതിനുള്ള ഉത്തരം അതാണ്. ധാരാളം മെസ്സേജ് വരുന്നതുകൊണ്ടാണ് എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ കഴിയാത്തത്. അപ്പോൾ അതിന് ഉത്തരമാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പ്. അത് നമുക്കൊന്ന് റെഡിയാക്കാം. അപ്പോൾ അത് ഞാൻ പ്ലാനിലുണ്ട്. പിന്നെന്താണ്, നേരിട്ടൊരു ഗ്യാങ് ഓഫ് MMA ഗൈസ്, MMA ട്രെയിനിങ്, അങ്ങനെയൊക്കെ നമുക്ക് ഒരുമിച്ച് ട്രെയിൻ ചെയ്യാം. ഇതൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്. വെറും ഈ സംസാരം മാത്രമല്ല, ട്രെയിനിങ് ചെയ്യാം വിത്ത് സ്പെഷ്യൽ ഫോക്കസ് ഓൺ ഗ്രാപ്ലിംഗ്, ജുജുത്സു, ജൂഡോ, റെസ്ലിംഗ് ആൻഡ് ബോക്സിങ് നമുക്കിഷ്ടമാണ്. ബോക്സിങ്, കിക്ക് ബോക്സിങ് എല്ലാം. ഇതൊക്കെയാണ് പ്ലാനുകൾ. നമുക്ക് നോക്കാം. പ്ലാനുകളൊക്കെ സക്സസ് ആണെങ്കിൽ നമ്മളുടെ ഒരു കഴിവ് മാത്രം പോരല്ലോ, ഒരാളോട് തീരുമാനിക്കണ്ടേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ ഒരു കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കണ്ടത് ഒരു സുഹൃത്ത് ചോദിച്ചിരിക്കുന്നത് 20 വയസ്സായിട്ടുണ്ട് അദ്ദേഹത്തിന്. കറക്റ്റ് ടൈമാണോ ഇത് കിക്ക് ബോക്സിങ്ങിലേക്ക് കയറാനായിട്ട്? തീർച്ചയായും ബ്രോ, 20 വയസ്സെന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ഏജ്. എനിക്ക് എത്ര വയസ്സുണ്ടെന്നറിയാമോ? എനിക്കിപ്പോൾ 37 38 ആവാൻ പോകുന്നു. ഞാനിപ്പോഴും കോമ്പീറ്റ് ചെയ്യാറുണ്ട്. ഞാൻ 2020 വരെ വുഷുവിൽ മത്സരിച്ചിരുന്നു. വുഷു എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡപ്പ് ഗെയിമാണ്. മത്സരിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ ഗ്രാപ്ലിങ്ങിലാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ എന്നെപ്പോലൊരു വയസ്സന്, നമ്മുടെ വോൾക്കനോസ്കി വന്ന പോലെ എനിക്കൊരു വയസ്സന് പറ്റുമെങ്കിൽ 20 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ കുതിരയെ പോലെ പറന്ന് നടക്കാം, പറന്നടിക്കാമെന്നൊക്കെ പറഞ്ഞില്ല, അതുപോലെ. അപ്പോൾ ധൈര്യമായിട്ട് ഓൾ ദ ബെസ്റ്റ് ബ്രോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു സംഭവങ്ങൾ. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. UFC 298 വോൾക്കനോസ്കി വേഴ്സസ് ടൊപ്പൂരിയ. അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഒരു പോയിൻ്റ് ഡിസ്കസ് ചെയ്തിരുന്നു. അതൊരു പോയിൻ്റ് തന്നെയാണ്. അതായത് ഇസ്ലാമിൻ്റെ കൂടെയുള്ള ഇസ്ലാം മഹശേവിൻ്റെ കൂടെയുള്ള ആ ഒരു തോൽവി അത് സീരിയസ്ലി ഇമ്പാക്റ്റ് ആയിട്ടുണ്ടായിരിക്കാം. ഇനി ഇതല്ലാതെ ഇതേ ചോദ്യം പോസ്റ്റ് ഫൈറ്റിന് ശേഷം വോൾക്കനോസ്കിയുടെ അടുത്തൊരു ഇൻ്റർവ്യൂവർ ചോദിച്ചിരുന്നു. അതായത് ആ ഒരു ഇസ്ലാം ഫൈറ്റ് എഫക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ വോൾക്കനോസ്കി ഉടനെ, ഞാനത് ശ്രദ്ധിക്കുകയായിരുന്നു, വോൾക്കനോസ്കി ഉടനെ ഉത്തരം പറഞ്ഞു, ഒരിക്കലുമില്ല, നിങ്ങൾ ടൊപ്പൂരിയയുടെ ക്രെഡിറ്റ്
ടൊപ്പൂരിയയ്ക്ക് കൊടുക്കേണ്ട ക്രെഡിറ്റ് നിങ്ങൾ എടുത്ത് കളയരുത്. ഇസ്ലാം ഫൈറ്റും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അപ്പോൾ വോൾക്കനോസ്കി എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? വോൾക്ക് പറഞ്ഞത് ടൊപ്പൂരി അത്രയും ക്ലോസ്ലി വന്നു കഴിഞ്ഞാൽ, അവൻ്റെ കൈ നിങ്ങളുടെ മുഖത്ത് പതിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാനപ്പോൾ അതിങ്ങനെ ഒന്ന് ചിന്തിക്കുകയായിരുന്നു. കറക്റ്റാണ്, അതും ശരിയാണ്. അതായത് മനസ്സിലായോ നിങ്ങൾക്ക് പറയുന്നത്? മനസ്സിലാവും. അതായത് ടൊപ്പൂരിയനെ പോലെയുള്ള ഒരു ഫൈറ്റർ അത്രയും ക്ലോസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 10 ഇടി ഇടിക്കുന്നതിൽ ഒരെണ്ണം നമ്മുടെ മുഖത്തേക്ക് പതിയും. അപ്പോൾ അങ്ങനെ പതിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ രക്ഷയില്ലാന്ന്, നിങ്ങൾ താഴെ പോകും. ഇത് വോൾക്ക് പറഞ്ഞാണ്. അപ്പോൾ ഞാൻ ഏന്ന് ചിന്തിച്ചു, ശരിയാണ്. അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും മാർഷൽ ആർട്സ് ചെയ്യുന്നവരാണെങ്കിൽ ഹാർഡ് ഫുൾ കോൺടാക്റ്റ്, അതൊന്നെങ്കിൽ മുയത്തായ് അല്ലെങ്കിൽ കിക്ക് ബോക്സിങ്, MMA, പിന്നെന്താ വൂഷു ഇതൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് സ്പാറിങ് ചെയ്യുമ്പോഴൊന്നും മനസ്സിലാവും. നമ്മൾക്കെല്ലാം ഒരു പവറുണ്ട്. ഇപ്പം എനിക്കൊരു പഞ്ചിങ് പവർ ഉണ്ടായിരിക്കും, നിങ്ങൾക്കുണ്ടായിരിക്കും, അത് വ്യത്യസ്തമായിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത്, ചില മനുഷ്യർക്ക് ജെനറ്റിക്സ് കാരണം, അനുഗ്രഹം എന്നൊന്നും പറയാൻ പറ്റില്ല, അനുഗ്രഹമായിരിക്കാം, കറക്റ്റ്, അതും ഉണ്ടായിരിക്കാം. പക്ഷേ ജെനറ്റിക്സ് ആണെന്ന് തോന്നുന്നു. ജെനറ്റിക്സ്, അതായത് നിങ്ങളുടെ മുതുമുത്തച്ഛൻ, ആൻസിസ്റ്റേഴ്സ്, നിങ്ങളുടെ അച്ഛൻ, അപ്പൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാദർ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ, ഇവ ഇങ്ങനെ കിട്ടി വരുന്നതാണ് ആൻസിസ്റ്റേഴ്സ്. അല്ലെങ്കിൽ മാറ്റേണൽ സൈഡിൽ, മദറിൻ്റെ സൈഡിൽ നിന്നുള്ള ആൻസിസ്റ്റേഴ്സ്, അവരുടെ ഒരു ഇത് കാരണം കൊണ്ട് നിങ്ങളുടെ ജെനറ്റിക്സ്, നിങ്ങളുടെ ബോൺ ഘടനയുണ്ടല്ലോ, അതായത് ഫോർ ആംസിൻ്റെ ഇതും. ടൊപ്പൂരിയുടെ ഫോർ ആംസ് കണ്ടിട്ടുണ്ടോ? ഇത് പറഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ നോക്കുമായിരുന്നു. അയാളുടെ ആംസിനേക്കാളും വലുതാണ് അയാളുടെ ഫോർ ആംസ്. ഭയങ്കര കല്ല് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ചിലവർക്ക് പഞ്ചിങ് പവർ ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പം എനിക്ക് പെട്ടെന്ന് വരുന്നു മൈക്ക് ടൈസൺ. അതേസമയം നമ്മൾ ഫ്ലോയിഡ് മെയ്വെതർ ഉണ്ടല്ലോ, ബോക്സർ, പുള്ളിക്ക് ആ ഒരു പഞ്ചിങ് പവർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ പുള്ളി ടെക്നിക്ക് സൂപ്പർബാണ്. ജോൺ ജോൺസിന് എന്താണ് ഗ്രേറ്റസ്റ്റ് ഫൈറ്ററാണ്. പക്ഷേ പഞ്ചിങ് പവർ എന്ന് പറയാൻ പറ്റത്തില്ല. പുള്ളിക്ക് എന്താണ് ടെക്നിക്കാണ്, പുള്ളിയുടെ ആ ഒരു ജീനിയസാണ്. ഫൈറ്റ് IQ കാരണമാണ് പുള്ളി ജയിക്കുന്നത്. ഇതുപോലെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റിൻ ഗേജിക്ക് ബോണൊക്കെ നല്ല കല്ല് പോലെയാണ് ഇരിക്കുന്നത്. അത് പ്രത്യേകിച്ച് പുള്ളിയുടെ കാലിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ, അപ്പോൾ പതിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒടിഞ്ഞ പോലെയാണ്, അത് താഴെ വീണു പോകും. അപ്പോൾ ടൊപ്പൂരിയയ്ക്ക് ആ ഫോർ ആംസിലുണ്ടല്ലോ, എസ്പെഷ്യലി പുള്ളിയുടെ റൈറ്റിൽ, ഒരു രക്ഷയില്ലാത്ത പവർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പതിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര വലിയ ടെക്നിക്കാണെങ്കിലും, എത്ര വലിയ ഗ്രേറ്റ് മനുഷ്യനാണെങ്കിലും താഴെ വീഴും. ഇത് ഞാൻ പറഞ്ഞാലേ, ഇത് വോൾക്ക് പറഞ്ഞാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിന് എന്താണ് ഇത് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളുടെ ആ ഒരു പവർ എങ്ങനെ കണ്ടെത്തും? നിങ്ങൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. അതിന് നിങ്ങൾ ട്രെയിൻ ചെയ്യണം, നിങ്ങൾ പഞ്ചിങ് ചെയ്യണം. ആദ്യമേ ബാഗിൽ, പിന്നെ സ്പാറിങ് ചെയ്യുമ്പോൾ നിങ്ങളത് കണ്ടെത്തണം, നിങ്ങൾക്ക് ആ പവർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ നിങ്ങളാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ആ പവർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്നിക്ക് യൂസ് ചെയ്യണം, ബുദ്ധി യൂസ് ചെയ്ത് കളിക്കാനേ പറ്റത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം, ടൊപ്പൂരിയനെ പോലെ, മൈക്ക് ടൈസനെ പോലെ. അപ്പം ടൊപ്പൂരിയ, എനിക്ക് തോന്നുന്നു പുള്ളിയുടെ പ്ലാൻ വ്യക്തമായിരുന്നു. ഫസ്റ്റ് റൗണ്ടിൽ എനിക്ക് തോന്നുന്നു വോൾക്ക് ആ കിക്കൊക്കെ അടിക്കുന്നുണ്ടായിരുന്നല്ലോ, ഒരുപക്ഷെ ടൊപ്പൂരിയനെ ഒരു ഡിസ്റ്റൻസിൽ നിർത്താനായിരിക്കാം, നമുക്കറിയത്തില്ല. പക്ഷേ രണ്ടാമത്തെ റൗണ്ടിൽ ആ കിക്ക് ഇത്തിരി കുറഞ്ഞോ എന്നൊരു സംശയം എനിക്ക് വീണ്ടും കാണണ്ടിരിക്കും. അപ്പോൾ കുറേ വട്ടം കണ്ടു ടൊപ്പൂരിയ അടുത്തേക്ക് കയറി വന്നപ്പോഴത്തേനും വോൾക്ക് എനിക്ക് തോന്നുന്നു ട്രാപ്പ് പോലെ ആയിരിക്കുകയാണ്. അപ്പം ഒരു ലെഫ്റ്റ് കൊടുത്തു, ഒരു റൈറ്റ് കൊടുത്തു, വീണ്ടും റൈറ്റ് കൊടുത്തു. ഒരു ബോക്സിങ് കോമ്പിനേഷനൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരു പഞ്ച് കറക്റ്റായിട്ട് ലാൻഡ് ചെയ്തു. പിന്നെ ഞാൻ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അത് ലാൻഡ് ആയത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയേ, ഇങ്ങനെ വീണ്ടും ഫോർവേഡ് പ്ലേ, റിവേഴ്സ് ഒന്ന് അടിച്ച് നോക്കിയേ. ആ ഒരു റൈറ്റ് ഹാൻഡ് ഏകദേശം ഈ ഭാഗത്തെങ്ങാണ്ടാണ് വോൾക്കിൻ്റെ കൊണ്ടത്. അപ്പോൾ തന്നെ വോൾക്ക് ഫ്രീസ് ആവുകയാണ്, ഇങ്ങനെ കല്ല് പോലെ മരവിച്ച് പോയി നേരെ താഴേക്ക്. ടൊപ്പൂരിയുടെ പവറാണ് കാണിക്കുന്നത്. അപ്പം ചിലതൊക്കെ നിങ്ങളൊന്ന് പോസ് ചെയ്ത് നോക്കുമ്പോൾ ടൊപ്പൂരിയുടെ ഫോർ ആംസിൻ്റെ സൈസ് ഉണ്ടല്ലോ, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഉരുക്കാണ്, കല്ലാണ്. അപ്പോൾ ഇതിൽ നമുക്കുള്ള പാഠം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കണ്ടെത്തണം, നിങ്ങളൊരു ഹെവി ഹിറ്ററാണോ, അതായത് നിങ്ങൾ ആ 1 പഞ്ച് നോക്കൗട്ടുള്ള വ്യക്തിയാണോ ഇല്ലയോ. അല്ലെങ്കിൽ ഇപ്പം എന്നെ സംബന്ധിച്ച് എന്താ പറയുക, എനിക്ക് തോന്നുന്നത് എനിക്കങ്ങനെ ഒരു 1 പഞ്ച് നോക്കൗട്ട് പവർ ഇല്ല. എനിക്ക് അങ്ങനെ ഒരു അത്ഭുത സിദ്ധി ഇത് ഇല്ലെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട്. അതുകൊണ്ട് ഞാൻ ബുദ്ധി വെച്ചിട്ടാണ് കളിക്കുന്നത്. നിങ്ങളോ? ചിന്തിച്ച് നോക്കൂ, അനലൈസ് ചെയ്ത് നോക്കൂ, കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒരുപാട് വെടിക്കെട്ട് സാധനങ്ങളുണ്ട്. എനിക്ക് മടിയൊക്കെ മാറ്റി എനിക്കൊന്ന് വീഡിയോ ചെയ്യണമെന്നുണ്ട്. ഐ എം എൻജോയിങ് ഇറ്റ് നൗ.